വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നോമ്പ് തുറക്കാനായിട്ട് ബ്രെഡും ചിക്കനും എല്ലാം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് പോക്കറ്റ്സ് അഥവാ ബ്രെഡ് പാർസൽസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ടിയിട്ടൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് ഒന്ന് പുരട്ടിയതിന് ശേഷം 15 മിനിറ്റുകൾ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ ചിക്കനിൽ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2-3 ബാച്ചായിട്ടാണ് ഈ ചിക്കൻ വറുത്തെടുക്കുന്നത്. ഇത് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരെയും വേണം, എന്നാൽ എല്ലാ ഭാഗവും ഒരേപോലെ നന്നായിട്ട് വെന്ത് വരെയും വേണം. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് എല്ലാ വശവും ഒരേപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്, അതുപോലെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചിക്കനെല്ലാം ഇതുപോലെ വറുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാത്രം എടുത്തിട്ട് വേറൊരു പാനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയൊക്കെ വന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്തൊന്നും പോകണ്ട. ഈ ക്യാരറ്റൊക്കെ ഒരു പകുതി വേഗം ആകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് മഞ്ഞ ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 1/2 കപ്പ് ചുവന്ന ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത്, ഇത്രയും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാബേജ് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഉപ്പൊക്കെ ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് സ്ലൈസസ് എടുക്കാം. ഇതുപോലെ 2 സ്ലൈസും ഒരുമിച്ച് എടുത്തതിന് ശേഷം അതിൻ്റെ അരിയൊക്കെ നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഷേപ്പുള്ള എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ബ്രെഡ് സ്ലൈസസിൽ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ആ ഒരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ബോർഡേഴ്സൊക്കെ വെച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ, അതിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടയൊന്നും കെട്ടാതെ നമുക്ക് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കണം. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മൈദ കൂട്ടിന് പകരം മുട്ട വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ മൈദയുടെ മിക്സാണ് എടുക്കുന്നത്. ഇതിൽ മുക്കി വേണം നമുക്ക് ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ അരിവൊക്കെ ഇതുപോലെ പൊടിച്ച് ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് 2 സ്ലൈസ് ഇതുപോലെ ഒരുമിച്ച് എടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തെന്നി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ വശവും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. 4 വശവും അതിൻ്റെ ബോർഡേഴ്സും എല്ലാം ഈ ബ്രെഡ് ക്രംസിൽ കൂടി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡ് സ്ലൈസസും ചേർത്തെടുക്കാം. ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് സ്ലൈസ് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒട്ടി തന്നെ ഇരിക്കും. ഒട്ടും പൊട്ടിപ്പോകാതെ ഗ്യാപ്പൊന്നും വരാതെ ഒരേപോലെ ഒട്ടിച്ചേർന്നിരിക്കാതെ നമ്മളിതുപോലെ മൈദയിൽ മുക്കി പൊരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാ ബ്രെഡ് സ്ലൈസസും ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ മീതെ കുറച്ച് എണ്ണ ഇതുപോലെ കോരി ഒഴിക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വീർത്ത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നോളും. എല്ലാ വശവും ഒരേപോലെ വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 2 വശവും ഒരേപോലെ മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ടൊരു സൈഡിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡ് സ്ലൈസസും വറുത്തെടുക്കാം.
നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ വെജ് മിക്സ് ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ മയണൈസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് നമുക്ക് എടുക്കാം. ഒന്നുകിൽ നമുക്ക് ഈ ബ്രെഡ് സ്ലൈസസ് നടുവേ വെച്ച് മുറിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പോക്കറ്റ്സ് ഒരു സെറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ 2ആയിട്ട് മുറിച്ചെടുക്കുന്നില്ല. ഒരു പാക്കറ്റ് ഒരു പാഴ്സലായി തന്നെ ഒരെണ്ണം ഫുള്ളായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ വെജി മയോ മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് വീതം ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് അകത്തേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് എത്രത്തോളം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡ് സ്ലൈസസിലും ഇതേപോലെ തന്നെ മിക്സ് നിറച്ചെടുക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ കുറച്ചും കൂടി സെർവ് ചെയ്യുമ്പോഴേക്ക് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുക നമ്മൾ ബ്രെഡ് 2ആക്കി മുറിച്ചതിന് ശേഷം ഫില്ല് ചെയ്താലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോഴും കാണാൻ ഭംഗിയുണ്ടാവും. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ബ്രെഡ് പോക്കറ്റ് നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യുകയാണെങ്കിലായിരിക്കും അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും നന്നായിരിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ മീതെ കുറച്ച് മല്ലിയില കൊണ്ടുവന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇഫ്താറിന് നോമ്പ് തുറക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.